ഹലോ ഹായ് വേഴ്സ്. ഇന്നിപ്പോൾ നമ്മൾ പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പൈനാപ്പിൾ ക്ലീൻ ചെയ്ത് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിൽ വെച്ചത് വേവിച്ചെടുക്കാം. പഞ്ചാരയും കൂടെ ഇട്ട് നല്ല മധുരം ഉള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. മധുരം ഇല്ലെങ്കിൽ കൂടുതൽ പഞ്ചാര ഇട്ട് ഇതിനെ വേവിച്ചെടുക്കണം. ഇപ്പം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിവിടെ കുക്കറിലേക്ക് ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് ഇനി പഞ്ചാര ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് പഞ്ചാര ഇട്ട് കൊടുക്കണം. അത് മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം നമ്മളെ പൈനാപ്പിളിന്. ഇനിയിപ്പം പൈനാപ്പിളിന് മധുരം ഉണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇതിട്ട് വേവിച്ചെടുക്കണം. ശകലം വെള്ളം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. കപ്പിനാണേ. എന്നിട്ട് നമ്മളിത് അടച്ച് വേവിക്കണം. നമ്മൾ വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ടേ. അപ്പം നമ്മൾ ഇനി ഇത് മാറ്റണം. മാറ്റി എടുത്ത് വയ്ക്കണം. വെന്ത് കഴിയുമ്പം കുറച്ച് കൂടുതൽ വെള്ളം കാണും. ഇനി നമ്മൾ പാല് കാച്ചി തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കണം. പിന്നെ ചവ്വരിയും വേവിച്ച് വയ്ക്കണം. ഞാൻ ഇവിടെ ചവ്വരി ഇതിൽ വെച്ചിട്ടുണ്ട്. കഴുകിയെടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ചവ്വരിക്ക് കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം. നമ്മൾ അത് വേവുമ്പോഴത്തേക്കും സെറ്റായി വരും. അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ച് 2 കപ്പ് വെള്ളം ഞാൻ വയ്ക്കുക. 2 കപ്പ് വെള്ളം വെച്ച് നമ്മളിത് വേവിക്കണം. ഇപ്പം നമ്മളെ ചവ്വരി വെന്തിട്ടുണ്ട്. അപ്പം ഞാനെടുത്ത് മാറ്റി. ഇനി ഞാനിതിൽ പാല് വെച്ചു. ഇനി പാല് നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്കും വാങ്ങി വെക്കണം. അത് തണുത്തിട്ടാണ് നമ്മളതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് തിളപ്പിച്ച് മാറ്റി വെക്കണം. നമ്മൾ പാലിവിടെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് വാങ്ങി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മൾ വേവിച്ചെടുത്ത ഇതിൽ നമ്മൾ വെള്ളം കൂടെ വെച്ചാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമ്മൾ അരിച്ചെടുക്കണം. ഇത് നമ്മൾ പായസത്തിൽ തന്നെ ചേർക്കും ഈ വെള്ളം. പക്ഷേ ഇപ്പം നമ്മളിപ്പം നെയ്യോ എണ്ണയിലോ വഴറ്റി ഇതെടുക്കണം ഈ പൈനാപ്പിൾ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് അരിച്ചെടുക്കണം. ഇതുപോലെ വെള്ളം ഫുള്ള് നമ്മൾ ഇങ്ങനെ ഊറ്റി എടുക്കണം. എന്നിട്ട് വെള്ളം ഇല്ലാണ്ട് ഇത് മാത്രമാവും. ഇതാണ് നമ്മൾ വഴറ്റിയെടുക്കണത്. ഇവിടെ ഞാൻ ഈ ഒരു പാത്രം വച്ചിട്ട് അത് ചൂടായപ്പോഴത്തേക്കും ഇതിൽ എണ്ണയാണ് ഒഴിച്ചത്. അപ്പം നെയ്യ് എടുക്കുന്നവർക്ക് എണ്ണയ്ക്ക് പകരം നെയ്യ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ വെള്ളം മാറ്റി ഊറ്റി വെച്ച പൈനാപ്പിൾ ഇതിലിട്ട് നമ്മളിനി ഇളക്കി വഴറ്റിയെടുക്കണം. അതിന് നമുക്ക് എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇനി ഇത് വഴഞ്ഞ് വരണം. അപ്പം നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. ഇതേ നമ്മുടെ വഴഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ചും കൂടെ ആവാനുണ്ട്. ഇതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ. ഇനി ഒരു പാതി ഇതും കൂടെ ആവാനുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതുപോലെ വഴറ്റാൻ വേണ്ടി ഇടണം. ഇപ്പോഴത്തെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് ഏകദേശം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് ചവ്വരി വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് മുമ്പ് നേരത്തെ നമ്മൾ ഊറ്റിയെടുത്ത് വെച്ചല്ലോ ഈ വെള്ളം ഇതിൽ നിന്ന്, അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചവ്വരിയും കൂടെ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ ചവ്വരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും.
ഇനി നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചാര കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് ഇത് നന്നായിട്ട് വറ്റി കുറുകി വരണം. മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് പുളിയുള്ളതാണെങ്കിൽ നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് മധുരം ചേർത്ത് കൊടുക്കണം. പുളി കുറവാണെങ്കിൽ അത്രത്തോളം വേണ്ട, ആവശ്യത്തിന് ചേർത്താൽ മതി. മധുരം നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം. കാരണം ചിലർക്ക് മധുരം നല്ല ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത്ര ഇഷ്ടമായിരിക്കത്തില്ല. അങ്ങനെയുള്ളൊരു മീഡിയം ചേർത്താൽ മതി. മധുരം ഇഷ്ടമുള്ളവർക്ക് അവരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കുമ്പോൾ നമ്മൾ മധുരം നോക്കണം. മധുരം കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ മധുരം നോക്കിയപ്പോൾ എനിക്ക് മധുരം കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു പഞ്ചാര. എന്നുവെച്ചാൽ പുളിപ്പാണ് ഇപ്പോൾ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പഞ്ചാര ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഇത് കുറച്ചും കൂടെ വറ്റണം. ഇപ്പോൾ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വറ്റുമ്പോഴത്തേക്കും ഓക്കെ ആവും. അപ്പം നമ്മൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ കാച്ചി വെച്ച പാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി അതെല്ലാം വറുത്ത് ഇതിലിടും. പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കേ, നമ്മുടെ പായസം ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓഫ് ചെയ്ത് തണുത്തിട്ട് നമ്മൾ ഇപ്പം അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് പാലും കൂടെ ഇതിൽ തണുത്തിരിക്കുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മുടെ പാലും തണുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കവർ പാലാണ് എടുത്തത്. എന്നിട്ട് പതിയെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടോടെ ഒഴിച്ചാൽ ചിലപ്പോൾ പാല് പിരിയാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പം ഓക്കെ. അപ്പം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പൈനാപ്പിൾ സാഗു പായസം റെഡിയായി. പായസം കഴിച്ചാ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടപ്പെട്ടാ? ഓക്കേ.